എവിടെ വച്ചാണ് എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോവുക എന്നറിയുകയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്തുള്ള കണ്ണൂർ എയർപോർട്ടിലെ ഷാർജയിൽ നിന്നൊരു സഹോദരൻ വരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഭാര്യയും മകളും എയർപോർട്ടിലേക്ക് ചെല്ലുകയാണ്. അല്ലാ ആ പ്രിയപ്പെട്ട സഹോദരൻ എയർപോർട്ടിൽ ഇറങ്ങി അതാ ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക് നടന്നു വരുമ്പോ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അവിടെ അങ്ങ് വീണ് മരിക്കുകയാണ്. മരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അതേ, ഡോക്ടർമാര് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ആ വീണ് കിടക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന ആ പ്രിയപ്പെട്ട ബാപ്പയുടെ കാലിന്റെ അടിയിൽ ഇങ്ങനെ ആ മകളിങ്ങനെ തടവി കൊടുക്കുകയാണ്. ഉപ്പയെ കാണാൻ വേണ്ടി വന്നതാണ്, ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഉപ്പയുടെ മരണം സംഭവിക്കുമ്പോ ആ ഉപ്പയുടെ കാലിന്റെ അടിയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. എന്റെ ഉപ്പാക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലോ. ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ എന്റെ കണ്ണിലൂടെ അറിയാതെ കണ്ണുനീര് വന്നുപോയി. അല്ലാ, എത്രമാത്രം വേദനാജനകമായ രംഗമാണ്. ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെല്ലുന്നു. ആ ഉപ്പയുടെ മുന്നിൽ, ആ മകളുടെ മുന്നിൽ വെച്ച്, സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് ബാപ്പ തളർന്ന് വീണ് മരണപ്പെടുകയാണ്. അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഫുജിഅത്തുൽ മൗത്തിനെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഫുജ്അത്തിൽ മൗത്ത്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലി മരിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിയ്യത്ത് നന്നായാൽ എല്ലാം നന്നായി. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. لا إله إلا الله محمد رسول الله صلى الله عليه وآله وسلم. لا إله إلا الله